കൂട്ടുകാരെ, അപ്പൊ ഞങ്ങളന്ന് സൂയിൽ പോയതിന്റെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറെ വട്ടം സൂയിൽ പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ ഇവിടെ പോയിട്ടില്ല കേട്ടോ. മ്യൂസിയത്തിലോട്ട് ഞാൻ കയറിയിട്ടേ ഇല്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് നമ്മൾ എന്താ ഇത്രയും നാൾ ഇവിടെ വരാത്തത് എന്ന് തോന്നിപ്പോയിട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതായാലും പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മിലുടെ കുറച്ച് ചിണുക്കങ്ങളൊക്കെ കാണും കേട്ടോ. അവനും ഉണ്ടായിരുന്നു എന്റെ കൂടെ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആനയുടെ സ്കെൽട്ടൻ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹ്യൂമൻ സ്കെൽട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മിലോയ്ക്ക് അതൊക്കെ കണ്ടപ്പോൾ ചിരിയായിരുന്നു. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. നമ്മൾ ഭയങ്കര ഇതായിട്ട് കാണുന്നതൊക്കെ നമുക്ക് പേടിയായി തോന്നുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ചിരിയാണ്. പിന്നെ എനിക്ക് അറിയാവുന്നതും അറിയാത്തതായ കുറേ ജീവികളുടെയൊക്കെ സ്കെൽട്ടൻ ഉണ്ടായിരുന്നു. ഈ വലിയ ഇത് കണ്ടോ, അത് നമ്മുടെ എന്തുവാ തിമിംഗലത്തിന്റെ താടിയെല്ലാണ് കേട്ടോ. മില വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരുന്നത് കൊണ്ടാട്ടോ നമുക്കതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാനൊക്കെ പറ്റിയത്. പിന്നെ മിലോനെ എടുക്കാൻ ജിതിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അവന്റെ ചേട്ടന്റെ കയ്യിലായിരുന്നു അവൻ ഫുൾ ടൈം ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ നമ്മുടെ കലാരൂപങ്ങളും അതിന്റെ കുറെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെതായിട്ടുള്ള. പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ നാലുകെട്ട് തറവാട്. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. സെറ്റ് ചെയ്തിരിക്കുന്ന ആയാലും അതിന്റെ ആ ഒരു എന്താ ഡെമോൺസ്ട്രേഷൻ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോരം പേരുടെ പരിശ്രമങ്ങളും അവരുടെ കഷ്ടപ്പാടുമാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൃഗങ്ങളെ കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ആയാലും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാത്തിലും. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ ഒറിജിനൽ അല്ല എന്ന് തോന്നിയത് അവിടെ സിംഹത്തിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ദേ ഈ കാണുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് അതിന്റെ അടുത്ത മുകളിലോട്ട് കയറി പോകുന്നതിന്റെ ആ സ്റ്റെപ്പിലുള്ള ഒരു ശില്പങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ കിളികളെ സെറ്റ് ചെയ്തിരിക്കുന്നതാട്ടോ. ഒറിജിനൽ കിളികളുടെ ചിറകും അതും ഇതെല്ലാം തൂവലൊക്കെ ഒറിജിനലാണ്. അതിനുള്ളില് ബാക്കിയെല്ലാം സെറ്റ് അല്ലാണ്ട് വെച്ചിരിക്കുന്നത് അടിപൊളിയായിരുന്നു. അത് കാണാൻ അടിപൊളിയായിരുന്നു. ആ സെക്ഷൻ ഫുള്ളും കണ്ടു തീർക്കാൻ നല്ല രസമായിരുന്നു. ലൈറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ കാരണം ഒരു ക്ലിയർ ഇല്ലാത്ത കേട്ടോ വീഡിയോ. പിന്നെ നമ്മുടെ മില എല്ലാം കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിളിയൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. കുറേ നേരമല്ല, ഫുൾ ടൈം അവൻ നന്നായിട്ട് എല്ലാം കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അക്വേറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഇനി ഇടാവേ. അപ്പം അതും അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മീനൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും മിലോയ്ക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ കാണുമ്പോൾ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി കറങ്ങണമെന്നൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ചു. കുഞ്ഞു പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ്, ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള ട്രഡീഷണൽ കോസ്റ്റ്യൂംസിന്റെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. നല്ല ഭംഗിയായിരുന്നു. ഞാൻ കുറേ നേരം തപ്പിയിട്ടാട്ടോ നമ്മുടെ കേരള ട്രഡീഷണൽ കണ്ടുപിടിച്ചത്. ഈ ബ്ലൂവും വൈറ്റും കൂടി വരുന്ന സെറ്റും കൊണ്ട് കണ്ടോ, അതാട്ടോ നമ്മുടെ കേരള ട്രഡീഷണല്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പിന്നെ പോയത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ പോയതിന്. കാരണം ഫോണിൽ ചാർജൊക്കെ കുറവായതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.